ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നല്ലൊരു ചിക്കൻ റോളാണ്. ഈ ഒരു ചിക്കൻ റോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു റോൾ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കുകയോ പരത്തിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഉള്ളി മസാലകളൊന്നും വഴറ്റിയിട്ടുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ചിക്കൻ റോളാണിത്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പിയായി, ഉള്ളത്തെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ തന്നെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 100 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ്റെ കൂട്ട് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ധാരാളം മതിയാവും. ഇനി എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് എല്ലാം നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഫ്രൈ ചെയ്യുക പറഞ്ഞാൽ ക്രിസ്പിയായി ഫ്രൈ ചെയ്യരുത്. നമുക്ക് ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ മാത്രമേ പാടുള്ളൂ. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കുക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു ചിക്കൻ പീസ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നന്നായി ചൂടാറി കഴിയുമ്പം ഒന്നുമില്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ഇതുപോലെ പൊടി പൊടിയാക്കി എടുക്കാം. ഇനി അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്തിട്ട് ഈ ഒരു ചിക്കൻ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1 കപ്പോളം ചിക്കൻ പൊടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ വേണം. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് ക്യാബേജാണ്. അതൊരു 1/2 കപ്പ് അളവിൽ ഇതുപോലെ നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ക്യാബേജ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഒന്ന് നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതും 1/2 കപ്പോളം തന്നെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. അപ്പോൾ വലിയ സവോളയാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി, ചെറുതാണെങ്കിൽ മാത്രം ഒരെണ്ണം ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് സ്പൈസി ആക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൂട്ടിന് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, കാരണം ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പം എങ്ങാനും ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അഡീഷണലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഉള്ളി മസാലകളൊന്നും വഴറ്റാണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണിത്. ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അളവിൽ മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മുട്ട ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. നമ്മൾ ദോശമാവിനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി മാവ് കുഴച്ച് പരത്തി ചുട്ട് എന്നിട്ടൊക്കെയാണ് റോൾ ഉണ്ടാക്കുക. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് ഒരു തവി മാവെടുത്ത് ഈ പാനിലേക്ക് ഒഴിച്ച് നമ്മൾ നോർമലി ദോശ പരത്തുന്ന മാതിരി തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ മൈദ കൊണ്ടുള്ള ദോശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 15-20 സെക്കൻഡ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവ് എത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഒരുപാട് നേരം കുക്കാക്കരുത്, ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് വെക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഷീറ്റും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് അളവിലാണ് മൈദമാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു 8 ഷീറ്റോളം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഷീറ്റും ഞാൻ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഷീറ്റ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 കോഴിമുട്ട
മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർക്കുന്നുണ്ട്. ചൂടുള്ള പാലൊന്നുമല്ല, നോർമൽ പാല് തന്നെയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്സ് മുക്കിയെടുക്കാനായിട്ടുള്ളൊരു കൂട്ടാണിത്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഷീറ്റ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ഷീറ്റ് 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ കൈവച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സൈഡ് ഒട്ടിക്കാനായിട്ട് ആ ഒരു മൈദയുടെ മിക്സിൽ നിന്ന് തന്നെ ഒരു നുള്ള് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ആദ്യം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 ഷീറ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 റോൾ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇതുപോലെ ബ്രെഡ് ക്രംസുമാണ്. ഇനി ആ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സൈഡൊക്കെ തന്നെ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉള്ളിലൂടെയൊക്കെ തന്നെ ചിലപ്പോൾ എണ്ണയൊക്കെ കയറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ് ഒട്ടും പുറത്ത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റോൾ ചെയ്ത സമയത്ത് എങ്ങാനും ഫില്ലിങ് പുറത്തേക്ക് വരണമെന്ന് തോന്നുകയാണെങ്കിൽ ആ മുട്ടയുടെ മിക്സ് നന്നായിട്ടൊന്ന് ആ സൈഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ റോളും ആദ്യം ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നമുക്ക്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അറ്റ് എ ടൈം ഞാനിപ്പോൾ 3 റോൾ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വല്ലാണ്ട് കുത്തി നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ടത് നമ്മൾ തിരിച്ചിടാൻ നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഷീറ്റ് വിട്ട് വരികയോ അതുപോലെ തന്നെ പൊടിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം മീഡിയം ടു ലോയിലായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബ്രെഡ് ക്രംസ് ആണ് മുകളിലുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും, പക്ഷെ എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഇട്ടിരിക്കുന്ന ആ ഒരു ബാച്ച് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനേ വേണ്ട, ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഇനിയിപ്പോൾ എങ്ങാനും എണ്ണ കുടിച്ചിട്ടുണ്ടാവോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് വല്ല എണ്ണ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടിക്കോളും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം മെനക്കെട്ട പണികളൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോളാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ മയോണൈസാണ് സെർവ് ചെയ്യുന്നത്. നമുക്ക് മയോണൈസോ കെച്ചപ്പോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോള് തന്നെയാണിത്. അപ്പോൾ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ മക്കൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ നോമ്പ് തുറക്കുമ്പോഴായാലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചാൽ മതി. അത്യാവശ്യം വയറ് നന്നായി നിറഞ്ഞിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു റോള് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. എല്ലാവർക്കും ബൈ.